ഇറാനിലെ യുദ്ധം ഇസ്രയേൽ സ്പോൺസേഡ് ആണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് രാജിവെച്ച ട്രംപ് ഭരണകൂടത്തിലെ ആദ്യ ഉന്നത ഉദ്യോഗസ്ഥൻ യുദ്ധത്തെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഇറാൻ യുഎസിന് ഭീഷണിയല്ലെന്നും പ്രഖ്യാപിക്കുന്ന തീവ്ര വലതുപക്ഷക്കാരനായ ജോസഫ് കെന്റിന്റെ രാജിക്കത്ത് വിരൽ ചൂണ്ടുന്നത് എന്തിലേക്കാണ്? ഇറാനെതിരെ നടത്തുന്ന യുദ്ധം യുഎസിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിനിലും വിഭാഗീയതയുണ്ടാക്കുന്നുണ്ടോ? അനധികൃത കുടിയേറ്റം തടയണമെന്ന് 20 വർഷത്തോളമായി ആവശ്യപ്പെടുന്ന, ബലാത്സംഗത്തിനിരയായി ഗർഭിണിയായാലോ സ്ത്രീയുടെ ജീവന് ഭീഷണിയുണ്ടെങ്കിൽ പോലുമോ ഗർഭചിത്രം നടത്താൻ അനുവദിക്കരുതെന്ന് വാദിച്ച, COVID-19 സ്വാതന്ത്ര്യത്തെ അമർച്ച ചെയ്യാൻ ചൈന നിർമ്മിച്ച വാഹനമാണെന്ന് പ്രഖ്യാപിച്ച തീവ്ര വലതുപക്ഷ നിലപാടുള്ളയാളാണ് ജോസഫ് കെന്റ്. 2020 US തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ജോ ബൈഡൻ അല്ലെന്നും ട്രംപ് ആണെന്നുമുള്ള തെറ്റായ വാദങ്ങൾ ഉന്നയിച്ച, ബൈഡനെതിരെ ഇംപീച്ച്മെന്റിന് ആവശ്യപ്പെട്ട, 2021 ജനുവരി 6 ക്യാപിറ്റോളിലുണ്ടായ ആക്രമണത്തിന് പിന്നിൽ ഫെഡറൽ ഏജന്റുകളാണെന്ന ഗൂഢാലോചന സിദ്ധാന്തമുണ്ടാക്കിയ ട്രംപിന്റെ അടുത്ത അനുയായി കൂടിയായിരുന്നു കെന്റ്. എന്നാൽ ഇതിനിടെ തന്റെ ചില തീവ്ര വലതുപക്ഷ സഖ്യങ്ങളുമായുള്ള ബന്ധങ്ങളെ നിരാകരിക്കുകയും എല്ലാതരം വംശീയതയും മതഭ്രാന്തിനെയും കെന്റ് തള്ളുകയും ചെയ്തു. ഇറാനിൽ യുഎസും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന യുദ്ധത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് US ദേശീയ ഭീകരവിരുദ്ധ കേന്ദ്രത്തിന്റെ തലവനായ കെന്റ് രാജി പ്രഖ്യാപിക്കുന്നത്. രാജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്: ഇറാൻ യുദ്ധത്തെ എനിക്ക് പിന്തുണയ്ക്കാനാകില്ല. ഇറാൻ യുഎസിനൊരു ഭീഷണിയും ഉയർത്തുന്നില്ല. ഈ യുദ്ധം തുടങ്ങിയത് ഇസ്രയേലിന്റെയും ശക്തമായ അമേരിക്കൻ ലോബിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധമുണ്ടാകുന്നത് US ജനതയുടെ ജീവനില്ലായ്മ ചെയ്യുന്നതിനും രാജ്യത്തിന്റെ സമ്പത്തും അഭിവൃദ്ധിയും നശിപ്പിക്കുന്നതിനും കാരണമാകുമെന്ന് ട്രംപിന് അറിയാമായിരുന്നു. ഇറാനുമായുള്ള യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥരും US മാധ്യമങ്ങളിലെ സ്വാധീനമുള്ള അംഗങ്ങളും തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ച് യുദ്ധാനുകൂല സാഹചര്യം ഉണ്ടാക്കിയെടുത്തു. ഇറാഖിനെതിരെ യുദ്ധം ചെയ്യാൻ ഇസ്രയേലികൾ USനെ തള്ളിവിട്ട അതേ തന്ത്രമാണ് ഇവിടെയും അവർ ഉപയോഗിച്ചിരിക്കുന്നത്. USലെ ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ട യുദ്ധത്തിലേക്ക് USനെ വലിച്ചിട്ടത് ഇസ്രയേലാണ്. ഈ തെറ്റ് ഇനിയും ആവർത്തിക്കാനാകില്ല. ഇസ്രയേൽ നിർമ്മിത യുദ്ധത്തിലേക്കാണ് എനിക്ക് എന്റെ ആദ്യ ഭാര്യയുടെ ജീവൻ നഷ്ടമായത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ജനതയുടെ ജീവൻ ബലികഴിക്കുന്ന ഒരു യുദ്ധത്തെ ഇനിയും പിന്തുണയ്ക്കാൻ അനുവദിക്കില്ല. ഇറാനിൽ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നും ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുമുള്ള കാര്യം ഓർക്കണമെന്നും കെന്റ് ചൂണ്ടിക്കാട്ടുന്നു. രാജിക്കത്തിൽ പോലും ട്രംപിനോടുള്ള പിന്തുണ വ്യക്തമാക്കുന്ന, എന്നാൽ യുദ്ധത്തെ എതിർക്കുന്ന കെന്റിനെ പൂർണ്ണമായും നിരാകരിക്കുന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. സുരക്ഷാ കാര്യങ്ങളിൽ ദുർബലനായ വ്യക്തിയാണ് കെന്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോയത് നന്നായെന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് ഭരണകൂടത്തിൽ നിന്നും ഇറാനെതിരായ യുദ്ധത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള ആദ്യത്തെ രാജിയാണ് കെന്റിന്റേത്. ഇറാൻ യുദ്ധത്തിനെതിരെ ട്രംപ് ക്യാബിനറ്റിൽ തന്നെ പ്രതിഷേധങ്ങളുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് രാജി എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇത് മാഗ എന്ന് വിളിക്കുന്ന ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ക്യാമ്പയിനകത്ത് തന്നെ വിഭാഗീയതയുണ്ടാക്കുന്നതാണെന്ന സൂചനകൾക്ക് ബലം നൽകുന്നതാണ്. ഇറാനെതിരായ യുദ്ധം പ്രഖ്യാപിക്കുന്നതിൽ വൈസ് പ്രസിഡന്റ് JD വാൻസിനും സംശയങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കൻ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബ്ബാർഡും വലിയ തോതിലുള്ള താല്പര്യമോ അഭിപ്രായ പ്രകടനമോ ഇതുവരെയും നടത്തിയിട്ടില്ല. കെന്റിന്റെ രാജിക്ക് ശേഷം നടത്തിയ പ്രസ്താവനകളിലും വളരെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള അഭിപ്രായമാണ് ഗബ്ബാർഡ് നടത്തിയെന്നതും ശ്രദ്ധേയമാണ്. ഇറാൻ USന് ഭീഷണിയാണോ എന്ന് തീരുമാനിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ട്രംപിനാണെന്നായിരുന്നു തുൾസിയുടെ പ്രസ്താവന. മാത്രമല്ല, ഇറാൻ USന് ഭീഷണിയാണെന്ന് ഇന്റലിജൻസിന് കാഴ്ചപ്പാടുള്ളതായി തുൾസി പറഞ്ഞു വെക്കുന്നുമില്ല. കെന്റിന്റെ രാജിക്ക് പിന്നാലെ USലെ ചില പ്രശസ്തമായ കൺസർവേറ്റീവ് US പോഡ്കാസ്റ്റേഴ്സും ഇത് മാഗ പദ്ധതിയുടെ തകർച്ചയുടെ തുടക്കമാണെന്ന തരത്തിൽ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. സ്വന്തം ഭരണ സംവിധാനത്തിനകത്തു നിന്ന് തന്നെ പൊട്ടിത്തെറിയും രാജിയും ഉണ്ടാകുന്നത്, പ്രത്യേകിച്ചും ദേശീയ ഭീകരവിരുദ്ധ കേന്ദ്രത്തിന്റെ തലവനായ വ്യക്തി രാജി പ്രഖ്യാപിക്കുന്നത്, ട്രംപിന്റെ ഏറ്റവും വലിയ പദ്ധതിയായ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിന് തിരിച്ചടി ഉണ്ടാക്കുന്നുവെന്നാണ് ടിം കാസ്റ്റ് പോഡ്കാസ്റ്റിന്റെ ഹോസ്റ്റായ ടിം പുൾ പറഞ്ഞു വെക്കുന്നത്. 2016 2020 തെരഞ്ഞെടുപ്പിൽ ട്രംപ് ഉയർത്തിയ ഏറ്റവും വലിയ മുദ്രാവാക്യമായിരുന്നു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. US നേരത്തെ ഗ്രേറ്റ് ആയിരുന്നുവെന്നും ഇനി താൻ അധികാരത്തിലെത്തി വീണ്ടും ഗ്രേറ്റ് ആക്കുമെന്നുമുള്ള അജണ്ടയാണിത്. സമ്പന്നവും അഭിവൃദ്ധിയുമുള്ള ലോകത്തെ നമ്പർ 1 രാജ്യമായി USനെ നിലനിർത്താനുള്ള ട്രംപിന്റെ ശ്രമം, അതൊരു ഏകാധിപത്യ കാഴ്ചപ്പാടാണെന്നതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ അതിന്റെ ഭാഗമായുള്ള ട്രംപിന്റെ ചെയ്തികൾ USന് തന്നെ തിരിച്ചടിയാകുമെന്ന ആശങ്ക ട്രംപ് ഭരണകൂടത്തിനകത്ത് തന്നെ ഉയരുന്നുവെന്നതാണ് പ്രധാനം. പ്രത്യേകിച്ചും ട്രംപിന്റെ വിദേശ നയങ്ങൾ പാളുന്നുവെന്ന സൂചനകളും കെന്റിന്റെ രാജിക്കത്തിലുണ്ട്.
ഇസ്രയേൽ ഇടപെടലും അമേരിക്കൻ ലോബിയെയും കെന്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കെന്റിന്റെ രാജി ഇറാൻ യുദ്ധത്തിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ അത് യുദ്ധത്തിന് ഭരണകൂടത്തിനകത്തു നിന്ന് തന്നെ ഉണ്ടാകുന്ന പിന്തുണയിൽ കാര്യമായ മാറ്റം വരുത്തിയേക്കാമെന്ന് വിലയിരുത്തലുകളുണ്ട്. ഇന്ത്യ പാക് സംഘർഷമടക്കം ലോകരാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളും സംഘർഷങ്ങളും അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ വെള്ളരിപ്രാവിന്റെ കുപ്പായം സ്വയം അണിഞ്ഞു നടക്കുന്ന ട്രംപ് ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാനെതിരായ യുദ്ധം നടത്തുന്നത് ആഗോളതലത്തിൽ തന്നെ എണ്ണ പ്രതിസന്ധിയും വിലക്കയറ്റവും ഓഹരി വിപണിയിലെ അഭൂതപൂർവമായ തകർച്ചയും അടക്കം വലിയ പ്രതിസന്ധികളിലേക്ക് ഇതിനകം എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഇറാനെതിരായ യുദ്ധവുമായി US മുന്നോട്ടു പോകാനാകില്ലെന്നതാണ് ട്രംപിന് കെന്റിന്റെ രാജി നൽകുന്ന സൂചന.